ഫുഡ് വേസ്റ്റ് ആക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില കുട്ടികൾ വലുതായിട്ടും അവർക്ക് എത്ര കറക്റ്റ് ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് ഫുഡ് പാത്രത്തിലെടുത്തിട്ട് വേസ്റ്റ് ആക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് ഈ ഈറ്റിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു ടേബിൾ മാനേഴ്സ് നമ്മൾ പഠിപ്പിക്കാറില്ല. എങ്ങനെ ഫുഡ് കഴിക്കണം, എങ്ങനെ ഫുഡ് പാത്രത്തിൽ നിന്ന് എടുക്കണം, എനിക്ക് എത്ര ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് അവരെ പഠിപ്പിക്കുകയും ഓരോ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കും. നമ്മൾ പേരൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് കുട്ടികൾ ഫുഡ് പാത്രത്തിൽ നിന്ന് കോരിയിടുന്ന സമയത്ത് ചില പേരൻസ് പറയും സാരില്ല കുറച്ചധികം എടുത്തോ, ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ് കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരിക്കലും എനിക്കെത്ര ഫുഡ് കഴിക്കാൻ പറ്റുന്നോ, എത്രത്തോളം പാത്രത്തിൽ വേണമെന്നോ ഇതായി കഴിഞ്ഞാലും ഫുഡ് വേസ്റ്റ് ആക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു കാരണവശാലും കുട്ടികൾ ഫുഡ് കഴിച്ച് അതിന്റെ ബാക്കി നമ്മൾ കഴിക്കും, അതുകൊണ്ട് നിങ്ങൾ അത്ര ഇട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കാൻ പാടില്ല. കുട്ടികൾ തന്നെ പഠിക്കണം എനിക്ക് എത്ര ഭക്ഷണം കഴിക്കും. ഇപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പാരൻസ് കഴിക്കും, അല്ലെങ്കിൽ അത് പാരൻസ് എത്തുന്നോളും എന്നുള്ളൊരു പ്രതീക്ഷ കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഓരോ കുട്ടിയും പഠിച്ചിരിക്കണം എനിക്ക് എത്ര ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും, എത്ര ക്വാണ്ടിറ്റി ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റും, ഏതൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റും എന്ന ഒരു സംഗതി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് എല്ലാതരം ഫുഡുകൾക്കും കൊടുത്ത് നടപ്പാക്കേണ്ട ശീലമാക്കേണ്ടതുണ്ട്. ചില കുട്ടികൾ ആവശ്യപ്പെടുന്ന ഫുഡ് മാത്രം കൊടുക്കുന്ന പാരൻസ് ആണെങ്കിലും കുട്ടിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു സമീകൃത ആഹാരം നമ്മൾ കൊടുക്കുക, അത് കൃത്യമായ അളവിൽ കുട്ടി കഴിക്കാം. ചില കുട്ടികൾക്ക് വിശപ്പും അറിയില്ല, എത്രത്തോളം ഫുഡ് കഴിച്ചാൽ വിശപ്പ് മാറുമെന്ന് അറിയാത്ത കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും.